നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പി.കെ. ശശി എന്നു മുതലാണ് വി.ഡി. സതീശന് പുണ്യാളനായത്? രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്തു നിർത്തിയിട്ട് പി.കെ. ശശിയെ മാലയിട്ട് അകത്തേക്ക് ആനയിക്കാനാണ് തീരുമാനമെങ്കിൽ അതിനെ എതിർക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ കണ്ട വേസ്റ്റുകളെയൊന്നും പാർട്ടിയിലേക്ക് എടുക്കേണ്ട ഒരാവശ്യവുമില്ല. വി.ഡി. സതീശന് നേരെ വെടിപൊട്ടിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആർമി. രാഹുലിനെ വെട്ടിയൊതുക്കിയിട്ട് വി.ഡി. സതീശൻ എന്ത് നെറികേടാണ് ഈ കാണിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് യൂത്ത് കോൺഗ്രസുകാരും KSUവും ഉയർത്തുന്നത്. പി.കെ. ശശി UDFിലേക്ക് പോകുന്നു എന്നുള്ള ഒരു വിവരം പുറത്തു വന്നിട്ടുണ്ട്. UDF പി.കെ. ശശിക്ക് സീറ്റ് കൊടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ പോകുന്നു എന്നുള്ള ചില അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. സ്ഥിരീകരണം വന്നിട്ടില്ല. എന്നാൽ പി.കെ. ശശി UDFിലേക്ക് ചേക്കേറാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വിവരങ്ങൾ. ഈ ഘട്ടത്തിലാണ് വി.ഡി. സതീശൻ എന്ത് മാതൃകയാണ് കാണിക്കുന്നത് എന്നുള്ള ചോദ്യവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഗ്രൂപ്പ് രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. എന്റെ നിലപാടിൽ നിന്നെടുത്ത തീരുമാനമാണ്, എന്റെ ബോധ്യത്തിൽ നിന്നെടുത്ത തീരുമാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാറ്റി നിർത്തിയത്. ഈ ഡയലോഗ് അടിച്ചുകൊണ്ടായിരുന്നല്ലോ രാഹുലിനെ പാടെ തീണ്ടാപ്പാടകലേക്ക് സതീശൻ തള്ളി നിർത്തിയത്. എന്നാൽ പി.കെ. ശശിയെ പോലെയുള്ള സ്ത്രീലമ്പടനെ പാർട്ടിയിലേക്ക് എടുക്കുന്നതിലൂടെ എന്ത് മാതൃകയാണ് വി.ഡി. സതീശൻ കാണിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. പി.കെ. ശശി പാർട്ടിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് വി.ഡി. സതീശൻ അറിയാതിരിക്കില്ലല്ലോ. അങ്ങനെ വി.ഡി. സതീശൻ പി.കെ. ശശിക്ക് പച്ചക്കൊടി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിശക്തമായി തന്നെ ഞങ്ങൾ അതിനെ നേരിടും എന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ബോംബ് പൊട്ടിച്ചിരിക്കുന്നത്. KPCCക്കും UDFിനും തീയിട്ടുകൊണ്ടാണ്, വി.ഡി. സതീശനെ എടുത്ത് തോട്ടിലെറിഞ്ഞുകൊണ്ടാണ് രാഹുൽ അനുകൂലികൾ ഇപ്പോൾ ഈ വലിയ മുറവിളിയുമായി രംഗത്തേക്ക് വന്നിരിക്കുന്നത്. പാർട്ടിക്ക് വേണ്ടി തെരുവിൽ തല്ലുകൊണ്ടവൻ, ശബ്ദമുയർത്തിയവൻ, ജയിലിൽ കിടന്നവൻ, അവനെ പുറത്തു നിർത്തിയിട്ട് കമ്മിക്കൂട്ടത്തിൽ നിന്ന് വന്ന ശശി അകത്താണെങ്കിൽ സതീശ ഞങ്ങൾ കാണിച്ചു തരാം എന്നാണ് പലരും ഇപ്പോൾ ഭീഷണി, വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നെറികേട് കാണിക്കാനാണ് പാർട്ടി തീരുമാനമെങ്കിൽ തെരുവിലേക്ക് തന്നെ ഞങ്ങളും ഇറങ്ങും. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പുറത്തുനിന്ന് പോരാടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഒപ്പം ഞങ്ങൾ ചേരുമെന്നാണ് ഇപ്പോൾ വലിയ വെല്ലുവിളി യൂത്ത് കോൺഗ്രസുകാരും അതുപോലെ തന്നെ KSUവിൽ നിന്നും മറ്റു പാർട്ടി പ്രവർത്തകരും ഒക്കെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. പി.കെ. ശശിയെ പോലെയുള്ളവർ വന്നാൽ പൂമാലയിട്ട് സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നവർ സ്വന്തം നേതാക്കളെ പടിക്ക് പുറത്തു നിർത്തുകയാണ്. ഇത് അനീതിയാണ്. ഇത് കോൺഗ്രസുകാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം മറുപടി കോൺഗ്രസിന് കിട്ടുമെന്നും സതീശന്റെ തീരുമാനമാണ് ഇതിന് പിന്നിലുള്ളതെങ്കിൽ സതീശനും മറുപടി കിട്ടുമെന്നും വലിയ വെല്ലുവിളിയാണ് ശക്തമായി കൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് എന്ന സംഘടനയെ പുനരുജ്ജീവിപ്പിക്കുന്നതിൽ, കൂടുതൽ കരുത്തുറ്റതാക്കുന്നതിൽ ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും ഒക്കെ പ്രവർത്തനമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലാണ് തെരുവിൽ യൂത്ത് കോൺഗ്രസുകാർ തല്ലുകൊണ്ടപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വന്നത്. പിണറായി ഭരണകൂടം ഞങ്ങളെ വേട്ടയാടാൻ പോലീസിനെ തെരുവിലേക്ക് ഇറക്കിയപ്പോഴും ഞങ്ങളെ തല്ലിച്ചതച്ചപ്പോഴും ഒക്കെ ആ തെരുവിലേക്ക് വന്ന് ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചത് വി.ഡി. സതീശനല്ല, രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഒരു യൂത്ത് കോൺഗ്രസുകാരൻ അല്ലെങ്കിൽ ഒരു KSUകാരൻ, UDFകാരൻ, കോൺഗ്രസുകാരൻ ആരുമാകട്ടെ, പിണറായി ഭരണകൂടം വേട്ടയാടുമ്പോൾ അവിടെ ശക്തിയുക്തം സംസാരിക്കാൻ, പിണറായിക്ക് നേരെ വിരൽ ചൂണ്ടി എടോ വിജയ എന്ന് വിളിക്കാൻ ആദ്യം ഓടിയെത്തുന്നതും ഞങ്ങളുടെ നേതാവാണ്. രാഹുലിനെ ഞങ്ങൾ ചേർത്ത് നിർത്തും. ഈ പാർട്ടിക്ക് വേണം രാഹുലിനെ, സതീശന് വേണ്ടെങ്കിൽ സതീശൻ പുറത്തേക്ക് പോയിക്കൊള്ളൂ എന്നുള്ള രീതിയിലൊക്കെ അതിരുവിട്ടു പോകുന്ന ചില വിമർശനങ്ങളും വിവാദങ്ങളും പൊട്ടിത്തെറികളുമാണ് ഇപ്പോൾ UDFിൽ നടക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ച് നിരവധി പേരാണ് ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇത് വി.ഡി. സതീശന് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാഹുലിനെ തെരുവിൽ നിർത്തുന്ന പാർട്ടി നടപടി അംഗീകരിക്കില്ല എന്നാണ് രാഹുൽ ഗ്രൂപ്പ് പറയുന്നത്. UDFിനെ സമ്മർദ്ദത്തിലാഴ്ത്തി ഒരു കൂട്ടരുടെ പ്രതിഷേധം ആളിക്കത്തുകയാണ്. ഇതിനെ എങ്ങനെ തണുപ്പിക്കാം എന്ന് തലപുകയ്ക്കുകയാണ് ഇപ്പോൾ KPCC. UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി.കെ. ശശി ഒറ്റപ്പാലത്ത് മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ചില വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പി.കെ. ശശിയെ UDFിൽ എത്തിക്കാൻ മധ്യസ്ഥത വഹിക്കുന്നത് മുതിർന്ന ലീഗ് നേതാക്കളാണെന്നും 2 ദിവസം മുൻപ് നേതാക്കൾ ശശിയുമായി ചർച്ച നടത്തി എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. KTDC ചെയർമാൻ സ്ഥാനം ശശി രാജിവെച്ചതിന് പിന്നാലെയാണ് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചത്. CPM സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ശശിക്ക് അനുകൂല നിലപാടുണ്ടായിട്ടില്ല എന്നും പാർട്ടിയിൽ ഇനിയും കടിച്ചു തൂങ്ങിക്കിടക്കാൻ ശശിക്ക് താല്പര്യമില്ല എന്നുള്ള ചില വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. തൊട്ടു പിന്നാലെയാണ് ശശി UDFിലേക്ക് ചേക്കേറും എന്നുള്ള ചർച്ചകൾ വന്നത്. അതായത് UDF സീറ്റ് കൊടുത്ത് മത്സരിപ്പിക്കും എന്ന് ഉറപ്പ് കൊടുത്തതിന് ശേഷമാണ് ശശി KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചത് എന്നുള്ള ചർച്ചകളും പുറത്തു വന്നിരുന്നു. മാർച്ച് 5 പാലക്കാട് ജില്ലയിലെ CPM വിമതർ നടത്തുന്ന കൺവെൻഷനിലും
കെ ശശി പങ്കെടുക്കും എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. ശശിയുമായി അടുപ്പമുള്ളവരാണ് ഇത് സംബന്ധിച്ച സൂചനകൾ പുറത്തുവിട്ടത്. വിമത നേതാക്കൾ പുതിയ പാർട്ടി രൂപീകരിക്കാൻ നീക്കമുണ്ടെന്നാണ് വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ RMP മാതൃകയിൽ കെ ശശിയുടെ പാർട്ടി UDFന്റെ ഭാഗമാകാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാൻ കെ ശശി തയ്യാറായിട്ടില്ല. കോൺഗ്രസിൽ നിന്നും ആരും ഇതിലൊരു സ്ഥിരീകരണമൊന്നും നൽകി വിവരങ്ങൾ പുറത്തേക്ക് വിടാൻ തയ്യാറായിട്ടുമില്ല. എന്നാൽ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പുകളിലെല്ലാം ഇത്തരത്തിലൊരു ചർച്ചയാണ് നടക്കുന്നത്. കെ ശശിയെ പാർട്ടിയിലേക്ക് എടുക്കാനാണെങ്കിൽ അത് നെറികേടാണ് എന്നുള്ള ഒരു വലിയ വെടിപൊട്ടിച്ചിരിക്കുകയാണ് രാഹുൽ ആർമി. പ്രത്യേകിച്ച് ഈ കെ ശശി പിണറായി വിജയന്റെ അടുത്ത അനുയായിയായിരുന്നു, അതായത് വലങ്കൈയാണ്. ആ ഒരു ആത്മബന്ധം ഉള്ളതുകൊണ്ടാണ് സ്ത്രീ പീഡന കേസിൽ പ്രതിക്കൂട്ടിലായ കെ ശശിയെ പാർട്ടി മാറ്റി നിർത്തിയപ്പോഴും പിന്നീട് പിണറായി പ്രബലനായപ്പോൾ തിരികെ കൊണ്ടുവന്നതും KTDC ചെയർമാൻ സ്ഥാനം കൊടുത്തതുമൊക്കെ. സ്ത്രീലമ്പടനായ കെ ശശിക്ക് KTDC ചെയർമാൻ സ്ഥാനം പിണറായി കൊടുത്തപ്പോൾ അതിൽ വലിയ പ്രതിഷേധം നടത്തിയവരുമാണ് കോൺഗ്രസ്. എന്നാൽ അതേ കോൺഗ്രസ് ആണ് ഇപ്പോൾ ശശിയെ പാർട്ടിയിലേക്ക് മാലയിട്ട് സ്വീകരിക്കാനിരിക്കുന്നത്. എന്നാൽ UDFിലേക്ക് പോകുകയാണ് എന്നുള്ള അഭ്യൂഹങ്ങൾ പുറത്തു വന്നതോടെ ഇതിനെല്ലാം നിഷേധിച്ചുകൊണ്ട് കെ ശശി രംഗത്ത് വന്നിരുന്നു. UDFിലേക്കില്ലെന്നും ആരുമായും ചർച്ച നടത്തിയിട്ടില്ല എന്നുമായിരുന്നു ശശി പ്രതികരിച്ചത്. താൻ ഇടതാശയം മുറുകെ പിടിക്കുന്ന ആളാണെന്നും കെ ശശി വ്യക്തമാക്കിയിരുന്നു. KTDCയിൽ നിന്നും രാജിവെച്ച സംഭവത്തിൽ പ്രതികരിച്ചപ്പോഴായിരുന്നു നിലപാട് ശശി വ്യക്തമാക്കിയത്. വിമത കൂട്ടായ്മയെക്കുറിച്ചും അറിയില്ല, നാളെ എന്താകുമെന്ന് ആർക്ക് പറയാനാകുമെന്നും ശശി പറഞ്ഞിരുന്നു. നാളെ എന്താകുമെന്ന് ആർക്ക് പറയാനാകും എന്ന് ശശി പറയുമ്പോൾ തന്നെ അതിൽ തന്നെ ചില സൂചനകൾ വ്യക്തമാണ്. വ്യക്തിപരമായി പ്രയാസങ്ങളുണ്ട്, രാജി സ്വമനസാലയാണെന്നും ആരുടെയും നിർബന്ധത്താൽ അല്ലെന്നും കെ ശശി വ്യക്തമാക്കിയിരുന്നു. രാഹുൽ സ്ത്രീലമ്പടനാണ്, വൃത്തികെട്ടവനാണ്, തെറ്റുകാരനല്ലെങ്കിൽ അവൻ തെളിയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാണ് പാർട്ടി പുറത്താക്കിയത്. എന്നാൽ നിയമപരമായി താൻ തെറ്റുകാരനല്ല എന്ന് രാഹുൽ തെളിയിച്ചു. കോടതി വിധികൾ അയാൾക്ക് അനുകൂലവുമാണ്. ഇപ്പോഴും രാഹുൽ പുകഞ്ഞ കൊള്ളി അത് പുറത്ത് എന്ന നിലപാടാണ് മുതിർന്ന നേതാക്കൾ സ്വീകരിക്കുന്നത്. ഇത് രാഹുലിന്റെ വളർച്ചയെ ഭയപ്പെടുന്നവർ അവനെ ചവിട്ടി പുറത്താക്കാൻ ഒരായുധമാക്കുന്നു എന്നുള്ള വിമർശനമുണ്ട്. രാഹുൽ വൃത്തികെട്ടവനെന്ന് പറയുന്ന ടീംസ് ഇപ്പോൾ പാർട്ടിയിലേക്ക് മാലയിട്ട് സ്വീകരിക്കാൻ പോകുന്നത് കെ ശശിയെ. അയാൾക്ക് എന്താണ് കോൺഗ്രസ് അംഗത്വം കൊടുക്കാൻ മാത്രമുള്ള യോഗ്യത എന്നുള്ള ചോദ്യമാണ് രാഹുൽ ആർമി ഉയർത്തുന്നത്. പെണ്ണുകേസിൽ പ്രതിക്കൂട്ടിലായ ശശിക്കെതിരെ CPM നടപടിയെടുത്തതാണ്, അയാളെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയതാണ്, തരം താഴ്ത്തിയതാണ്. ഇതുപോലെ ഒരുത്തനെയാണോ കോൺഗ്രസിലേക്ക് എടുത്തുകൊണ്ട് കോൺഗ്രസ് മാതൃക കാണിക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യമാണ് ശക്തമാകുന്നത്. എന്റെ ബോധ്യത്തിൽ നിന്നെടുത്ത തീരുമാനം ആണ് രാഹുലിനെ മാറ്റി നിർത്തിയത് എന്നൊക്കെ പറഞ്ഞ VD സതീശൻ ഇതിൽ എന്താണ് തീരുമാനമെടുക്കാൻ പോകുന്നത് എന്നറിയണം എന്നാണ് രാഹുൽ ആർമി ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഹുൽ കൊള്ളില്ല, പക്ഷേ ശശി കൊള്ളാമെന്ന നിലപാടാണോ പാർട്ടിക്കുള്ളത് എന്നും രാഹുൽ ആർമിയുടെ ചോദ്യമുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.